നമ്മൾ പലവട്ടം വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ് മൃണാൾ ദാസ് എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ചെയിൻ തന്നെയുണ്ട്. അതിൻ്റെ പേര് ഹംഗ്രി മൃണാൾ എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അത് തൃപ്പൂണിത്തുറയിൽ തുടങ്ങിയിരുന്നു, അതുപോലെ തന്നെ എടപ്പള്ളിയിൽ എറണാകുളത്ത് തുടങ്ങിയിരുന്നു. പിന്നെ ഇപ്പോൾ അദ്ദേഹം തൃപ്പൂണിത്തുറയിൽ പൂട്ടിയതിന് ശേഷം അദ്ദേഹം വൈറ്റിലയിൽ ഒരു ചെറിയ ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ കച്ചേരിപ്പടി ഹൈക്കോർട്ടിൻ്റെ അടുത്തും തന്നെ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഹൈക്കോർട്ടിൻ്റെ അടുത്തുള്ളതിൽ ഞാൻ പോയിട്ടില്ല. ബാക്കി ഈ തൃപ്പൂണിത്തുറ പൂട്ടിയതടക്കമുള്ള മറ്റു സ്ഥലങ്ങളിലൊക്കെ തന്നെ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് പോകാറുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ അത്രയേ കഴിക്കൂ. പിന്നെ നമ്മൾ വീണ്ടും ചെന്ന് ബില്ലൊന്നും അടിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെ പോകുന്നത്. പിന്നെ ഫുഡും തീരെ മോശം എന്നൊന്നും പറയാനില്ല. പുള്ളിയുടെ തള്ളും അതുപോലെ എക്സ്പെക്റ്റേഷൻ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അത്ര ഗംഭീര ഫുഡൊന്നുമല്ല എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ചെന്നപ്പോൾ പോലും ഞാനൊരു 139 രൂപയുടെ മീൽസ് മേടിച്ച് കഴിച്ചിരുന്നു. അതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുന്ന ഒരു 50-60 രൂപയുടെ മീൽസിൻ്റെ പോലും ക്വാളിറ്റി ഇല്ലാത്തൊരു മീൽസാണ് എന്നുള്ളത് കൂടി പറഞ്ഞോട്ടെ. എങ്കിലും ഫുഡ് മോശമാണ് എന്നൊന്നും പറയാനില്ല. അവരുടെ ബിരിയാണിയൊക്കെ വലിയ കുഴപ്പമില്ലാത്ത ബിരിയാണിയാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് ചില കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയാനാണ്. ഈ മൃണാൾ ആളുകളെ വെറുപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പുള്ളിയുടെ വീഡിയോകളിലൂടെയാണ് എന്നുള്ളതാണ്. ഏറ്റവും ആദ്യം പുള്ളി ഒരു ഫുഡ് ബ്ലോഗർ ആയിരുന്നപ്പോൾ പുള്ളി നിരവധി വീഡിയോകൾ പല കടകളിലും ചെന്നെടുക്കുകയും അവിടെ കുറ്റം പറയുകയൊക്കെ ചെയ്തപ്പോൾ നമ്മളൊക്കെ കേട്ടുകൊണ്ടിരുന്നതാണ്. വളരെ അപൂർവമായിട്ട് ഞാനൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം മൃണാളിൻ്റെ കട തുടങ്ങിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ തള്ള് എന്ന് പറയുന്നത് അസഹനീയമാണ് എന്നുള്ളത് പറയാതെ വയ്യ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു കസ്റ്റമർ തന്നെയാണ്. പക്ഷെ അപ്പോഴും ഫുഡ് സഹിക്കാം. പക്ഷേ പുള്ളിയുടെ തള്ള് നമുക്ക് ഒരു കാലത്ത് സഹിക്കാൻ പറ്റില്ല. പുള്ളി ഇപ്പോൾ ആ കടയിൽ വലിയ കുഴപ്പങ്ങളുണ്ട്. കാരണം അവിടെ തിരക്കൊക്കെ കുറഞ്ഞിരിക്കുന്നു. അതുപോലെ പുള്ളിയുടെ പഴയ അഭ്യാസങ്ങളൊക്കെ പുള്ളി പകുതി മാറ്റി. പഴയ അഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരെണ്ണം മാത്രം ഞാൻ നിങ്ങളോട് പറയാം. എടപ്പള്ളിയിൽ കട തുടങ്ങുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ കാറ് പാർക്ക് ചെയ്യുന്നവർ ഇങ്ങോട്ട് വരണ്ട. കാരണം ഇത് പണക്കാർക്ക് വേണ്ടിയുള്ളതല്ല, കാറുള്ളവന് വേണ്ടിയിട്ടുള്ളതല്ല, ബൈക്കുള്ളവന് വേണ്ടിയാണെന്ന് പറയുകയും അതിന് പുള്ളീനെ പ്രശംസിച്ചുകൊണ്ട് കണ്ട പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ വരുന്ന ഒരു പയ്യൻ എന്നുള്ള നിലക്ക് ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ചില ആളുകൾ കൊണ്ട് എഴുതിപ്പിക്കുകയും അതൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്തത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. കാരണം ആ മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. എന്നിട്ട് ഈ പുള്ളി തന്നെ മൃണാൾ തന്നെ വന്നിട്ട് പറയുന്നൊരു കാര്യം, അപ്പം നിങ്ങൾ ചോദിക്കും ടാക്സി ഡ്രൈവർമാരെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അപ്പോൾ ടാക്സി ഡ്രൈവർമാർക്ക് ആ ഹൈവേയുടെ സൈഡിൽ തന്നെ പാർക്ക് ചെയ്തിട്ട് 2 മിനിറ്റല്ലേ ഉള്ളൂ, ഇങ്ങോട്ട് നടന്നു വന്ന് കഴിക്കാം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ കാറിന് വന്നവരുടെയും കച്ചവടം പോകരുത്, ബൈക്കിന് വന്നവരുടെയും കച്ചവടം പോകരുത്. ഇതുപോലെയുള്ള പല വേഷം കെട്ടുകളൊക്കെ ഇറക്കിയിരുന്നു. ഓവർ മാർക്കറ്റിംഗ് അഗ്രസീവ് സ്ട്രാറ്റജികളൊക്കെ തന്നെ ഇറക്കിയിരുന്നു. അതെല്ലാം പൊളിഞ്ഞു. ഇപ്പോൾ അവിടെ കാറ് കൊണ്ടുപോയി നമുക്ക് എന്ത് ചെയ്യാം, പാർക്ക് ചെയ്യാം. അപ്പം ചില കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു. പക്ഷേ ഇപ്പോഴും പുള്ളി മുഴുവനായിട്ട് നിർത്തിയിട്ടില്ല. പുള്ളി ഈ ഓണത്തോടു കൂടി പുള്ളിക്ക് ഇപ്പോൾ ചെറിയ നഷ്ടങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിൽ അടച്ചുപൂട്ടിയിട്ടുണ്ട്. അടച്ചുപൂട്ടിയതിൽ പുള്ളി ഉത്തരം പറയുന്നത് അത് വേറൊരു സ്ഥലം ഒരാൾ തരാമെന്ന് പറഞ്ഞു, അയാൾക്ക് ചില കാര്യങ്ങൾ കൊണ്ട് തരാൻ പറ്റാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് അവിടെയുള്ള ചില പ്രേക്ഷകർ പുള്ളീനെ വിളിച്ചിട്ട് പറയുന്നൊരു വാചകം എന്ന് പറയുന്നത് എവിടെ മൃണാൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മൃണാൾ എവിടെ, കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, മൃണാളെ ഹംഗ്രി മൃണാൾ കണ്ടില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറയുന്നത്. അങ്ങനെയൊന്നും ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ അവിടെ തൃപ്പൂണിത്തുറയിൽ തന്നെ പുള്ളി ഏതാണ്ട് കിഴി പൊറോട്ട എന്താണ്ടും കൊടുത്തതിൽ പുഴുവുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കംപ്ലൈൻ്റൊക്കെ വന്നതാണ്. എങ്കിലും ഫുഡ് ഞാൻ പറയുന്നത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇടയ്ക്ക് കുറേ ഈച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ പുള്ളി ഈച്ചകളെയൊക്കെ ഓടിച്ചു. ഫുഡ് നമുക്ക് കഴിക്കാനൊക്കെ പറ്റുന്ന ഫുഡാണ്. പക്ഷേ ഓവർ പ്രൈസ്ഡ് ആണ് എന്നുള്ളതൊരു കാര്യമാണ്. അപ്പോൾ അതിൽ പുള്ളി ഇപ്പോൾ ഏതാണ്ട് വലിയ നഷ്ടമാണ്. സാധാരണ പുള്ളി ഭയങ്കര റിച്ചാണ്, വലിയ സൂപ്പറാണ് ഞാൻ എന്നുള്ള നിലക്കാണെങ്കിൽ പുള്ളി ഇപ്പോൾ സ്ട്രാറ്റജി മാറ്റിയിരിക്കുന്നു. കാരണം ആരൊക്കെ വിളിച്ച് ചീത്ത പറഞ്ഞു എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് പുള്ളി പറയുന്നത് പുള്ളി വെറും മരപ്പൊട്ടനാണ് എന്നാണ് പറയുന്നത്. അല്ലാതെ ഞാൻ പുള്ളീനെ അങ്ങനെ വിളിച്ചതല്ല. ഇതിൻ്റെ തംബ്നെയിലിൽ വെച്ചേക്കണതാണ്. അത് പുള്ളി തന്നെ പുള്ളീനെ വിളിച്ചതാണ്. വെറും പൊട്ടനാണ്, വെറും മണ്ടനാണ്, ഞാൻ മണ്ടനാണ് എന്നാണ് പുള്ളി പറയുന്നത്. പക്ഷെ അതിനുശേഷം പുള്ളി എന്താ ഉദ്ദേശിക്കണമെന്ന് ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പുള്ളി പറയുന്നത് പണം വേസ്റ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് മൃണാൾ എന്നാണ്. പണം വേസ്റ്റ് ഇപ്പോഴും വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് റെസ്റ്റോറൻറ്റ് തുടങ്ങിയതിന് മുമ്പ് അദ്ദേഹത്തിനോട് ആളുകൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷേ റെസ്റ്റോറൻറ്റ് തുടങ്ങിയതിന് ശേഷം വലിയ ബുദ്ധിമുട്ടായിപ്പോയി. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാനും എൻ്റെ സുഹൃത്തുക്കളൊക്കെ കൂടി അന്വേഷിച്ചു. അതിൽ പുള്ളിയുടെ ഏറ്റവും മേജറായിട്ടുള്ളൊരു ഇൻവെസ്റ്റർ അദ്ദേഹം പുള്ളീനെ വിളിച്ച് ചോദിച്ചു, നീ എന്തൊരു മണ്ടനാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളും എന്നെ വിശ്വസിച്ചല്ലേ തുടങ്ങിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനും മണ്ടനാണ്, ഞാൻ പറയുന്നതായിട്ട് വിശ്വസിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞു. എന്താണെങ്കിലും അത്രയിലേക്ക് പുള്ളി ഇപ്പോൾ എത്തി. നേരത്തെ പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത് പുള്ളിയുടെ ഇൻവെസ്റ്റേഴ്സൊക്കെ വിളിക്കുമ്പോൾ പുള്ളിയോട് മറ്റേ പഴയ അമേരിക്കയുമായിട്ടുള്ള 1, 2, 3 എഗ്രിമെൻറ്റിനെ കുറിച്ചും പിന്നെ ഇസ്രായേൽ ഇറാൻ വിഷയത്തെക്കുറിച്ചും
അതുപോലെ ഹമാസ് എങ്ങനെ പരാജയപ്പെടുമോ എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ മാത്രമേ സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അവർ പണം തിരിച്ചു കിട്ടുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടുമോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും സംസാരിക്കാറുണ്ടായില്ലെന്നാണ്. പക്ഷേ ഇപ്പോൾ പുള്ളി പറയുന്നത്, ഈ ലാസ്റ്റത്തെ വീഡിയോയിൽ പുള്ളി പറയുന്നത് തെറ്റുകൾ ഏറ്റുപറയുന്നു എന്ന് പറഞ്ഞാണ്, എൻ്റെ തെറ്റുകൾ ഏറ്റുപറയുന്നു എന്ന് പറഞ്ഞാണ് വീഡിയോ ഇട്ടേക്കുന്നത്. അതിൽ പുള്ളി പറയുന്നത്, ആ സുഹൃത്ത് വിളിച്ചിട്ട് ചോദിച്ചു, നീ എന്തൊരു മണ്ടനാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, നമ്മുടെ ജനത്തിന് വേണ്ടി, അതായത് വരുന്ന കസ്റ്റമേഴ്സിന് വേണ്ടി അദ്ദേഹം വെറുതെ പണം ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. നഷ്ടത്തിൽ അദ്ദേഹം ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അദ്ദേഹം നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ജിത്തു ജോസഫിൻ്റെ കുടുംബവുമായിട്ടൊരു വീഡിയോ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, പുള്ളി ഒരു കലം ബിരിയാണി കൊടുക്കുന്നു, അത് നഷ്ടത്തിലാണ് കൊടുക്കുന്നത്. അങ്ങനെ പുള്ളി എല്ലാവരും ബിരിയാണി കഴിച്ച് അവർ പരിപോഷിക്കട്ടെ, പുള്ളി കഷ്ടത്തിലായാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവന് വേണ്ടി ജീവിക്കുന്ന പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ടിരുന്ന പണ്ട് AKG ആണ്. ആ AKGക്ക് ശേഷം യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ നമ്മൾ തലയിലേറ്റണം എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയാക്കേണ്ടതാണ്, പക്ഷെ അതാക്കിയില്ലെങ്കിലും ഒരു മന്ത്രിയെങ്കിലും ആക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അപ്പോൾ അതിൽ പുള്ളി പറയുന്നത്, എന്തൊരു വേഷം കെട്ടായിരുന്നു. കാരണം ഓപ്പൺ കിച്ചൺ വേണമെന്ന് പുള്ളി എന്തിനായിരുന്നു വാശി പിടിച്ചത് എന്നുള്ളതാണ്. ഓപ്പൺ കിച്ചൺ, പുള്ളിയുടെ തെറ്റുകൾ പുള്ളി പറയുന്നതല്ല, ഓപ്പൺ കിച്ചൺ വേണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞാൽ സാധാരണ കടക്കാരൊക്കെ ചെയ്യുന്ന പോലെ കുറേ മറച്ചിട്ട് ചെറിയൊരു ഹോള് മാത്രം ഇട്ടിട്ട് ഓപ്പൺ കിച്ചൺ എന്ന് പറയും. അങ്ങനെയല്ല, ഇത് 3000 സ്ക്വയർ ഫീറ്റിൻ്റെ മുഴുവൻ ഓപ്പൺ കിച്ചണാക്കി. അങ്ങനെ ഓപ്പൺ കിച്ചണാക്കി ഗ്ലാസ് ഇട്ടതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ബില്ല് 30% കൂടും. അങ്ങനെ പുള്ളി ഇലക്ട്രിസിറ്റി ബില്ല് കൊടുത്തതും 2.5 ലക്ഷം രൂപയാണ് കൊടുത്തിട്ടുള്ളത്. ആർക്ക് വേണ്ടി? നിങ്ങൾക്ക് വേണ്ടി, അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് വേണ്ടി. പിന്നെ നല്ല ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ച് വില കുറച്ച് നല്ല ഭക്ഷണം കൊടുക്കണമെന്ന് പുള്ളി വിചാരിച്ചു. യഥാർത്ഥത്തിൽ ആർക്ക് വേണ്ടി എന്ന് ചോദിച്ചാൽ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞല്ലോ, ഇതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു, വലിയ തെറ്റാണ്, മണ്ടനാണ് എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ വില കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ കലക്കി ഏതെങ്കിലും ക്വാളിറ്റി കുറഞ്ഞ് വില കുറഞ്ഞ ഭക്ഷണം കലക്കി അങ്ങ് കൊടുത്താൽ മതിയായിരുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ പുള്ളി പറയുന്നത് 39 രൂപയുടെ മീൽസ് പുള്ളി കൊടുക്കാൻ തുടങ്ങിയെന്നാണ്. സത്യത്തിൽ ആ കടയിൽ ഞാൻ ഇന്നലെ പോയതാണ്, എന്നിട്ട് 39 രൂപയുടെ മീൽസ് ഉണ്ടെന്ന് എന്നോട് പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ 39 രൂപയുടെ മീൽസ് ഒന്നും അവിടെ കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പുള്ളി പറയുന്നത് അതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രചരണം നടക്കുകയാണ്. ചോറും കറികളും 35 രൂപക്ക് അൺലിമിറ്റഡ് ആയിട്ട് സൈഡ് ഡിഷസ് ഒക്കെ അടങ്ങി കൊടുക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അവിടെ ആൾ കുറച്ച് കുറവാണ്, അത് കയറാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ മാർക്കറ്റിംഗ് ആണ്. ഇതെല്ലാം പുള്ളി ഓരോ പ്രൊഡക്റ്റ് പുള്ളി ഇങ്ങനെ സെല്ല് ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ. കാരണം ഇങ്ങനെ പൂട്ടാൻ പോകുന്നു, കരഞ്ഞു മെഴുകി ഒരു വീഡിയോ ചെയ്യുമ്പോൾ കുറേ കൂടി ആളുകൾ കാണുമല്ലോ. അപ്പോൾ അതുവഴി പുള്ളി സെല്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പുള്ളിയുടെ അടുത്ത സ്ട്രാറ്റജി, പുള്ളിയുടെ കുറുക്കൻ ബുദ്ധിയാണ് ഇതിനകത്ത് കാണുന്നത്. പിന്നെ പുള്ളി പറയുന്നത്, പുള്ളീനെക്കുറിച്ച് തന്നെ പുള്ളി പഴിക്കുകയാണ്. ഒരാവശ്യമില്ലാത്ത കാര്യത്തിന് 50 ലക്ഷം രൂപ ചിലവാക്കുക, ഓപ്പൺ കിച്ചൺ ചിലവാക്കി, അതുപോലെ മറ്റേ വേസ്റ്റ് ഇത് ചെയ്യാനുള്ള പ്ലാന്റ് ഉണ്ടാക്കി, അതുപോലെ മറ്റേ വെള്ളം ശുദ്ധീകരിക്കാനുള്ള പ്ലാന്റ് ഉണ്ടാക്കി. ഇതിനൊക്കെ ലക്ഷങ്ങൾ പുള്ളി മുടക്കി, ഒരാവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളി അടുത്ത് പറയുന്നത്, ഓണസദ്യ 189 രൂപ കൊടുക്കാനുണ്ടായിരുന്നു, അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയത് ഭീകര തെറ്റാണെന്നാണ്. പക്ഷേ പുള്ളി പറയുന്നത്, ഇതിന് ശേഷമുള്ളൊരു വീഡിയോ ഉണ്ട്, അതിൽ പുള്ളി പറയുന്നത് ഓണസദ്യ ഭയങ്കര ബുക്കിംഗ് ആണ്, പുള്ളി പ്രതീക്ഷിക്കുന്നതിൻ്റെ ഇരട്ടി ബുക്കിംഗ് ആണ് ഇപ്പം തന്നെ, ഇനി 3 ആഴ്ച കൂടി ഉണ്ട് എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൽ പുള്ളി പറയുന്നത് അത്ര വലിയ ബുക്കിംഗ് ആണ്, പക്ഷേ ഇതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. കൂടെയുള്ളവരൊക്കെ തന്നെ പറയുന്നുണ്ട്, വേറെ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ കണ്ട് അവരൊക്കെ വളരെ കൂളായിട്ട് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും സാധനം മേടിച്ച് ആളുകൾക്ക് കലക്കി കൊടുത്ത് കാശുണ്ടാക്കുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള തെറ്റ് ഞാൻ ചെയ്തു, വലിയ തെറ്റ് ചെയ്തു, കോടികൾ ലാഭിക്കാമായിരുന്നു, പക്ഷെ അതല്ല, പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുത്തു എന്നാണ് പറയുന്നത്. പിന്നെ ആൾക്കാർ കാണണം എന്ന് വാശി പിടിച്ച് എന്തിനാണ് ഓപ്പൺ കിച്ചൺ തുടങ്ങിയത് എന്നാണ് എന്നെപ്പറ്റി ആലോചിക്കുമ്പോൾ, എന്നെക്കുറിച്ചല്ല മൃണാളിനെക്കുറിച്ച് മൃണാൾ തന്നെ ആലോചിക്കുമ്പോൾ ചിരിയും കരച്ചിലും വരുന്നുണ്ടെന്നാണ്. എനിക്കും അത് തന്നെയാണ് താങ്കളോട് പറയാനുള്ളത്. താങ്കളുടെ ഈ മറ്റേ ഉഡായിപ്പ് കാണുമ്പോൾ എനിക്ക് കരച്ചിലും ചിരിയും ഈ പറയുന്ന പോലെ രോഷവും വരുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞോട്ടെ. പിന്നെ പുള്ളിയെ കുറ്റം പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് പേര് വീഡിയോ ഇട്ടെന്നാണ്. ഒരാൾ പുള്ളിയെ കുറ്റം പറഞ്ഞപ്പോൾ വീഡിയോ ഒന്നും ഇടുന്നില്ല. പുള്ളിയുടെ ഹോട്ടലിൽ തകർക്കണമെന്നും ആരും വിചാരിക്കുന്നില്ല. പുള്ളി പറയുന്നത് ഇതിനൊക്കെ തകർക്കാൻ പറ്റുന്ന ഒരു മാഫിയ ഉണ്ടെന്നാണ്. അങ്ങനെ മാഫിയ ഉണ്ടെങ്കിൽ പുള്ളി ഇപ്പോൾ ഒരു ഓഫർ ഇട്ടിട്ടുണ്ട്, പുള്ളിയുടെ ഹോട്ടലിൽ ചെന്നിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫുഡ് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ബില്ല് കൊടുത്താൽ അപ്പം തന്നെ പണം തരും, അവരൊന്ന് വിളിച്ചിട്ട് അപ്പം തന്നെ പണം തരും, വേറെ ഒന്നും ചോദിക്കില്ലെന്നാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 100-500 പേരെ വിട്ടാൽ തന്നെ എന്ത് ഇത് സംഭവിക്കൂലേ? എന്തൊക്കെ വേഷം കെട്ടാണ് ഈ പറയണത്. ഇനി അടുത്തത് പറയുന്നത്, പുള്ളി പറയുന്നത് മറ്റേ ഇത് പുള്ളീനെ മറ്റേ എല്ലാ റിസോഴ്സസും ഉപയോഗിച്ച് ആളുകൾ പുള്ളിക്കെതിരെ ആഞ്ഞടിക്കും. കാരണം
അവരുടെ ഈ പുള്ളിയുടെ ഈ പ്രസ്ഥാനം വിജയിച്ചു പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള റെസ്റ്റോറൻറ്റുകൾക്കും അവർ ചെയ്യുന്ന പണികളൊക്കെ നിർത്തേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കെതിരെ ആഞ്ഞടിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ആളുകൾ ആഞ്ഞടിക്കുന്നത്. അല്ലാതെ പുള്ളിയുടെ പേരിൽ ഒരു തെറ്റ് പോലും ഇല്ല കേട്ടോ. പുള്ളിയുടെ പേരിൽ ഒരു തെറ്റ് പോലും ഇല്ല. പുള്ളി എന്തിനാണ് ഇത്രയധികം പൈസ വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് എന്നറിയാൻ പാടില്ല എന്നാണ് പറയുന്നത്. ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ്. ഇനി പുള്ളി പറയണ വലിയ തെറ്റുകൾ വേറെ ഉണ്ട് കേട്ടോ. അതാണ് കേൾക്കേണ്ടത്. പുള്ളിയുടെ കൗണ്ടറിൽ ചെന്നിട്ട് ശ്രദ്ധിച്ചേക്കണം. പുള്ളി എത്ര വലിയ മനുഷ്യസ്നേഹിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ മനസ്സിലാക്കാതെ പോകരുത് പ്ലീസ്. പുള്ളി പറയുന്നത്, പുള്ളിയുടെ കൗണ്ടറിൽ ചെന്നിട്ട് ഒരാൾ പറയുന്നു എനിക്ക് വിശക്കണു, കയ്യിൽ കാശില്ലെന്ന് പറഞ്ഞാൽ ഒന്നും ചോദിക്കില്ല, വേറെ ഒന്നും ചോദിക്കില്ല, അപ്പം തന്നെ ഫുഡ് കൊടുക്കുമെന്നാണ്. ഈ കേരളത്തിലുള്ള 10-40,000 വരുന്ന റെസ്റ്റോറൻറ്റുകളിൽ എവിടെയെങ്കിലും നമ്മൾ ചെന്ന് സാറേ എൻ്റെ കാശില്ല, എനിക്ക് ഭക്ഷണം കഴിക്കാൻ കാശില്ല, എനിക്ക് ഭക്ഷണം തരുമെന്ന് ചോദിച്ചാൽ എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു 20,000 പേരും അത് കൊടുക്കാൻ തയ്യാറാവുന്നതാണ്. ഇപ്പോൾ ഒരു 50,000 പേരും 40,000-ൽ ഒരു 30,000 പേരും കൊടുക്കാൻ തയ്യാറാവുന്നതാണ്. പക്ഷേ പുള്ളി പറയുന്നത് അത്തരത്തിൽ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി. പുള്ളിക്ക് ലാഭമൊന്നും വേണ്ട, നിങ്ങൾ പ്രത്യേകം വേണം, പുള്ളിക്ക് ഇതിൻ്റെ ലാഭമൊന്നും ആവശ്യമില്ല. പുള്ളി വലിയ റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻ്റാണ്. ലോകത്തിലെ പ്രമുഖരായിട്ടുള്ള F&B ആളുകളൊക്കെ തന്നെ പുള്ളിനെ റെൻ്റ് ഔട്ട് ചെയ്ത് ലോകം മുഴുവൻ പുള്ളിക്ക് ചാർട്ടർ ചെയ്ത വിമാനത്തിൽ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുള്ളിക്ക് ആരുടെയിലാണ്, അത് മറന്നു പോരുത്. പിന്നെ പുള്ളി ചായ കുടിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്തോ ക്ലബ്ബോ എന്തോ തട്ടിപ്പ് തരികയുടെ തുടങ്ങിയിട്ട് 2 രൂപ ചില്ലറക്ക് 3 രൂപക്കെന്ന് പറഞ്ഞാൽ പുള്ളി അവിടെ എഴുതി വെച്ചേക്കണം. എന്തൊക്കെ പരിപാടിയാണെന്ന് അറിയില്ല, എന്തെങ്കിലും ഉടായ്പായിരിക്കും. ആ 2 രൂപ ചില്ലറക്ക് ചായ കുടിക്കാൻ തീരുമാനിച്ചു. അതും ചെയ്യാൻ പാടില്ലായിരുന്നു, തെറ്റായിരുന്നു എന്നാണ്. പിന്നെ എവിടെന്നെങ്കിലുമൊക്കെ വന്ന് നിൽക്കുന്നവർക്ക് ഒരു ദിവസം 4 നേരത്തെ ഭക്ഷണം, അങ്ങനെ ഒരു മാസം 5,000 രൂപ പോലും മേടിക്കാതെ, എന്ന് പറഞ്ഞാൽ 4,999 രൂപ മേടിക്കണം. അങ്ങനെ മേടിച്ചുകൊണ്ട് പുള്ളി ഫുഡ് കൊടുത്തു. അതും ചെയ്യാൻ പാടില്ലായിരുന്നു. എൻ്റെ പൊന്ന് ചേട്ടാ, ഇവിടെ 5,000 രൂപ കൊടുത്താൽ ഇതുപോലെ തന്നെ ഫുഡ് തരുന്ന നിരവധി സ്ഥലങ്ങളുണ്ട്. ഒരു ദിവസം 250-300 രൂപ എടുത്താൽ 250-200 രൂപ കൊടുത്താൽ ഫുഡ് തരുന്ന, അല്ലെങ്കിൽ 150-180 രൂപ കൊടുത്താൽ ഇതുപോലെ 3 നേരം 4 നേരം ഫുഡ് എത്തിച്ചേരുന്ന, ഈ ഹോസ്റ്റലിലൊക്കെ എത്തിച്ചേരുന്ന ആളുകൾ വരെ ഉണ്ട്. ചേട്ടൻ്റെ തള്ള് കുറച്ച് നേരം നിർത്ത്. പിന്നെ പുള്ളി ചെയ്ത മഹത്തരമായ മറ്റു കാര്യങ്ങളെന്ന് പറയുന്നത് ഗ്ലാസ് ജാർ. ആ ഗ്ലാസ് ജാറിൽ പുള്ളി ആണ് ഇപ്പോൾ ഫുഡ് ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചിരുന്നു. അപ്പോൾ അത് ഇത്രയുള്ളൊരു ഗ്ലാസ് ജാറാണ് ഈ പറയണം. അതായത് അച്ചാർ, മറ്റേ പിക്കിളെന്ന് പറയുന്ന സാധനം, പിന്നെ കുറച്ചും കൂടി വലിയൊരു ഗ്ലാസ് ജാറിലാണ് മറ്റേ സാലഡൊക്കെ മറ്റേ ഇത് തരുന്നത്, ബിരിയാണിയുടെ ഒപ്പം കിട്ടുന്ന ഇത് തരുന്നത്. അത് തരുന്നത് പുള്ളി പറയണത് ചിക്കൻ കറിയൊക്കെ മറ്റേ ഗ്ലാസ്സിലിട്ട് കൊടുത്തു. അപ്പോൾ ആളുകൾ പറയുന്നത് അച്ചാർ കുപ്പിയിൽ ചിക്കൻ പാക്ക് ചെയ്ത് തരുന്നു എന്നാണ്. ശരിക്കും പറഞ്ഞാൽ അതിന് തന്നെ, അതായത് ആ ജാറിന് തന്നെ 100-100 രൂപയിൽ വരുന്നതാണ്. പക്ഷെ അത് മേടിച്ച് കൊടുത്തിട്ട് ആളുകൾ ഇങ്ങനെ പറയുന്നു. ശരിക്കും വളരെ ചീപ്പായി പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറുകൾ കിട്ടും. അതൊന്നും പുള്ളി ഉപയോഗിക്കുന്നില്ല. നിങ്ങളുടെ ആരോഗ്യം പുള്ളിയുടെ ഏറ്റവും വലിയ അറ്റ്മോസ്റ്റ് പ്രയോറിറ്റിയാണ്, അത് മറന്നു പോരുത്. പിന്നെ പുള്ളിക്കെതിരെ എന്തൊരു പൊട്ടനല്ലേ ഞാൻ എന്നാണ് ചോദിക്കുന്നത്. വെറും പൊട്ടനല്ല, മരപ്പൊട്ടനാണ്. മരപ്പൊട്ടനാക്കാൻ ശ്രമിക്കുന്നത് നമ്മളെയാണ് എന്ന് മാത്രമേ ഉള്ളൂ. പുള്ളി ഇതിലൂടെയും ഗംഭീരമായി പുള്ളിയുടെ എല്ലാ പ്രൊഡക്റ്റുകളും, 39 രൂപയുടെ മീൽസ്, പുള്ളിയുടെ ബിരിയാണി, വിശക്കുന്നവർക്ക് ഭക്ഷണം, 3 രൂപയുടെ ചായ, ക്ലബ്ബ്, 4 നേരത്തെ ഭക്ഷണം, 5,000 രൂപ, ഇതെല്ലാം പുള്ളി ഇതുവഴി സെല്ല് ചെയ്യേണ്ട. എതിരെ പറയുന്നത് ആരാണ് എന്നുള്ളത് ഫണ്ട് ചെയ്യുന്നത് എനിക്കറിയാം. ആരാണെന്ന് എനിക്കറിയാം. അവർ ഫണ്ട് ചെയ്യുന്ന ആരാണെന്നറിയാം. ഞങ്ങൾക്കൊന്നും ആരും ഫണ്ട് ചെയ്യുന്നില്ല. താങ്കളുടെ വേഷം കെട്ട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്. അച്ചാർ കുപ്പിയിൽ ചിക്കൻ 4 രൂപക്ക് പ്ലാസ്റ്റിക് കിട്ടുമായിരുന്നു. അതിന് പകരം പുള്ളി 100 രൂപയൊക്കെ മുടക്കിയിട്ടാണെന്നുള്ളത്. ഒരു പൊട്ടൻ എന്നാണ് പുള്ളി പുണ്യം പറയുന്നത്. വിശ്വസിച്ച് കൂടെ എന്നവരുടെ പണവും സ്വന്തം പണവും വേസ്റ്റാക്കിയ മരമണ്ടൻ എന്നാണ് പുള്ളി പറയുന്നത്. പിന്നെ പുള്ളി പറയുന്നത് വളരെ ഉദാത്തമായ കാര്യങ്ങളാണ്. അതിനെന്തെങ്കിലും ഒരു അവാർഡ് നമ്മളെല്ലാവരും കൂടി പുള്ളിക്ക് കൊടുക്കേണ്ടതാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ NOC മേടിക്കാൻ വേണ്ടി മാത്രം പുള്ളി മറ്റേ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റൊക്കെ ഉണ്ടാക്കിയിട്ട് പൊല്യൂഷൻ കൺട്രോളിൻ്റെ NOC മേടിക്കാനുള്ള സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള ആപ്ലിക്കേഷൻ മാത്രം ലക്ഷങ്ങളാണ് മുടക്കിയത്. അപ്പോൾ ആ ലക്ഷങ്ങളൊക്കെ ഇതൊക്കെ വേണോ എന്നുള്ളത് അയാൾ ചോദിച്ചു. ഏതോ ആൾ ചെന്നപ്പോൾ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വേണം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളീനെ കെട്ടിയിട്ട് തല്ലണം എന്നുള്ളതാണ് പറയുന്നത്. അത് നമുക്ക് വീഡിയോ കാണുന്ന പലർക്കും തോന്നിയിട്ടുണ്ട്. ഫുഡ് കഴിക്കുമ്പോൾ അത്രയും കുഴപ്പമില്ല, പക്ഷേ പുള്ളിയുടെ തള്ളു കേട്ടിട്ടുണ്ടെങ്കിൽ കെട്ടിയിട്ട് തല്ലണം എന്നുള്ളതാണ് പുള്ളീനെ നമ്മൾ പറയുന്നത്. പിന്നെ പുള്ളി അടുത്തത് പറയുന്നത് തേങ്ങ അരച്ച കറിയാണ് പുള്ളിയുടെ ഏറ്റവും വലിയത്. അതിനുവേണ്ടി പുള്ളിയുടെ അമ്മ, ഭാര്യയുടെ അമ്മ, അതുപോലെയുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് തേങ്ങ അരച്ച കറി ഉണ്ടാക്കാനുള്ള അവിടെ ട്രെയിനിങ് കൊടുത്തിരുന്നു. എന്തൊരു പൊട്ടനാണ് എന്നാണ് പുള്ളി ചോദിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായൊരു കാര്യം പറയാനുണ്ട്. ഇന്നലെ ഞാൻ അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. 139 രൂപയുടെ മീൽസാണ് കഴിച്ചതെന്ന് പറഞ്ഞാൽ അതിൽ പുള്ളി പറയുന്നൊരു തോരൻ വെക്കാൻ ക്യാബേജ്, വില കുറഞ്ഞ ക്യാബേജ് ഒരിക്കലും ഉപയോഗിക്കില്ല.
പകരം വാഴപ്പൂ മേടിക്കണം എന്നൊക്കെയുള്ളതാണ് പുള്ളി പറയുന്നത്. വാഴപ്പൂ മേടിക്കും. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ചെല്ലുമ്പോൾ അവിടെ തോരനാണ് എനിക്ക് കിട്ടിയത്, ക്യാബേജ് തോരൻ. അത് വളരെ അപൂർവമായി മേടിക്കാറുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അപൂർവമായിട്ട് എനിക്ക് കിട്ടി എന്നുള്ളത് വേണമെങ്കിൽ പുള്ളിക്ക് പറയാം. പിന്നെ എല്ലാ കറികളിലും തേങ്ങ അരക്കും, എന്തൊരു പൊട്ടനാണ്. അതുപോലെ എണ്ണ, വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ കിട്ടുന്ന പല സാധനങ്ങളും പുള്ളിക്ക് വേണമെങ്കിൽ മേടിക്കാം. അതൊന്നും പുള്ളി മേടിക്കുന്നില്ല. പുള്ളി അതിൻ്റെ 2 ഇരട്ടി കൊടുത്ത് പുള്ളി മില്ലിൽ നിന്ന് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ 1 കൊല്ലവും 1 മാസവുമായി പുള്ളിയുടെ ഈ പരിപാടി തുടങ്ങിയിട്ട്. അപ്പോൾ ആളുകളൊക്കെ ഇല്ലാതായതുകൊണ്ടാണ് പുള്ളി ഫുഡ് കഴിച്ചിട്ട് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, മെസ്സേജ് ചെയ്യും, അപ്പോൾ തന്നെ കാശ് തിരിച്ചു തരാം, റീഫണ്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും ആളെ കയറ്റാനുള്ള പരിപാടിയാണ്. അപ്പോൾ പുള്ളി പറയുന്നത് സാധാരണ റെസ്റ്റോറൻ്റാണ് തുടങ്ങിയിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടാകുമായിരുന്നില്ല. വലിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു. വലിയ തെറ്റാണ്, അതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇനി അടുത്ത പുള്ളിയുടെ ത്യാഗം എന്ന് പറയുന്നത് കൊക്കോകോളയോ പെപ്സിയോ പോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്കുകളൊന്നും അവിടെ വിൽക്കുന്നില്ല. നല്ല പഴങ്ങളൊക്കെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല, പോട്ടെ. നല്ല പഴങ്ങൾ, അതടിച്ചുള്ള ജ്യൂസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. പിന്നെ അടുത്തൊരു കാര്യമാണ്, ഒന്ന് ആലോചിച്ച് നോക്കണം. ആളുകൾ അധിക്ഷേപിക്കുന്നത് ഈ CP ജോണാണ് ഇതുപോലൊരു അബദ്ധം ഇപ്പോൾ പറഞ്ഞിട്ട് നിർത്തിയേക്കണേത്. ഫ്രീ ആയി കിട്ടുമ്പോൾ KSRTC ബസ്സിലേക്ക് തള്ളിക്കയറുന്നു എന്ന് സ്ത്രീകളോട് ചോദിച്ചിട്ടേക്കണേ. അപ്പോഴാണ് അതിന് തൊട്ട് മുമ്പ് പുള്ളിയുടെ വീഡിയോ, എനിക്ക് തോന്നുന്ന CP ജോണിന് ഈ വീഡിയോ കണ്ടോന്ന്, ജോണേട്ടർ ഈ വീഡിയോ ഉണ്ടെന്ന് സംശയമുണ്ട്. രാത്രി 2-3 മാച്ചുകളൊക്കെ തന്നെ AC ഇട്ട് കാണാൻ, ഫുട്ബോൾ മാച്ചുകൾ, ക്രിക്കറ്റ് മാച്ചൊക്കെ കാണാൻ AC ഇട്ട് കാണാൻ ആർക്കും വന്ന് കാണാൻ സൗകര്യമൊരുക്കി. എന്നിട്ട് അവരോട് കട്ടൻ ചായ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് തോന്നി. അത് പുള്ളി ഈ വീഡിയോ പറഞ്ഞിട്ടില്ല, കട്ടൻ ചായ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് തോന്നി. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം വീഡിയോയിൽ പുള്ളി പറഞ്ഞേക്കുന്ന ഒരു ഡയലോഗുണ്ട്, ഇത് കാണാൻ പോണവനെയൊക്കെ കെട്ടിയിട്ടടിക്കണോടെ. കാരണം പുള്ളി പറയണേ കട്ടൻ ചായ ഫ്രീ ആയിട്ട് പോയി. നമ്മൾ വിചാരിച്ച് കുറച്ച് പേരൊക്കെ വരുള്ളൂ എന്നാണ്. പക്ഷേ ആളുകളുടെ തള്ളിക്കയറ്റം വരുന്ന പറഞ്ഞത് CP ജോൺ പറഞ്ഞ പോലെ, ജോണേട്ടൻ പറഞ്ഞ പോലെ. ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ തള്ളിക്കയറിയ ആളുകൾക്ക് കട്ടൻ ചായ കൊടുത്ത് തന്നെ ഞാൻ മുടിഞ്ഞു എന്നാണ് പിറ്റേ ദിവസം വീഡിയോ പറഞ്ഞത്. എന്തായാലും പുള്ളി അത് ഇതിൽ പറഞ്ഞിട്ടില്ല. പുള്ളി പറഞ്ഞത് രാത്രി 2-3 മാച്ചുകൾ വരെ ആർക്കും വന്ന് കാണാമെന്ന് തോന്നി. എന്തിന് ഞാൻ തന്നെയാണ് വലിയ കുറ്റവാളി എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. അതായത് നമുക്കൊക്കെ ഫ്രീ ആയിട്ട് തന്ന ജീവിതത്തിലെ ഒരു സാധാരണ കുടുംബത്തിൻ്റെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും മുടക്കി ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. കൂടാതെ ഇൻവെസ്റ്റ് ചെയ്തവർ എന്നെ വിശ്വസിച്ചു. ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്. ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പകുതി പണം മതിയായിരുന്നു. വില കുറഞ്ഞ AC ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പുള്ളി പറഞ്ഞു ഇല്ല, വില കുറഞ്ഞ AC പറ്റില്ല. കാരണം നല്ല കൂളിങ്ങുള്ള AC വേണം, എല്ലാവരും കംഫർട്ടബിളായി കസ്റ്റമേഴ്സ് ഇരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഓപ്പൺ കിച്ചൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ 3000 സ്ക്വയർ ഫീറ്റ് ഓപ്പൺ കിച്ചൺ ആക്കണമെന്ന് വിചാരിച്ചു. ഇതെല്ലാം പുള്ളി ചെയ്തു. പക്ഷേ വെറും അലപലാദികളായിട്ടുള്ള പ്രേക്ഷകർ ഇത് മനസ്സിലാക്കുന്നില്ല. ക്വാളിറ്റി ഭക്ഷണം നമ്മുടെ നാട്ടിൽ ക്രൈമാണ്. സത്യം, വെരി ട്രൂ എന്നാണ് പുള്ളി പറയുന്നത്. നല്ല അഭിനയമാണ് പുള്ളി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി അഭിനയത്തിലേക്ക് ഇറങ്ങിയാൽ ചിലപ്പോൾ മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒക്കെ വരെ അതൊരു ഭീഷണിയായി മാറാനുള്ള സാധ്യത ഉണ്ട്. ജയറാമിന് ഭീഷണിയാവാനില്ല. ജയറാമാണ് ഇതുപോലെയുള്ള ചില നമ്പറുകളൊക്കെ ഇറക്കുന്നത്. എന്തായാലും പുള്ളിക്ക് ഭീഷണിയാവില്ല, ബാക്കിയുള്ള എല്ലാവർക്കും ഭീഷണിയാവുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ അവസാനത്തെ വിലാപമാണ്, ചുമ്മാ 4 ചുമരും കെട്ടി എന്തെങ്കിലും കലക്കി കാശ് മേടിച്ചാൽ മതിയായിരുന്നു. മരമണ്ടൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവിതം തുലച്ചിരിക്കുന്നു. തംബ്നെയിൽ ഇതാണ്, എൻ്റെ മണ്ടത്തരം ഞാൻ തുറന്നു പറയുന്നു എന്നാണ്. ഇതിൻ്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ സുഹൃത്തുക്കളെ, വേറെ ഒന്നും പേടിക്കാനില്ല. ഈ സദ്യയും ഇപ്പോൾ ഈ ഓണത്തിൻ്റെ ഇടക്ക് കിട്ടുന്ന ഒരു സീസണിൽ കിട്ടുന്ന വരുമാനമൊക്കെ ഒന്ന് വേണ്ടാക്കി കുറച്ച് വലിയ ലാഭമൊന്നും പുള്ളിക്ക് ഉണ്ടായി കാണില്ല. അപ്പോൾ ആ ലാഭമൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം, ഒരടുക്കത്തെ ശ്രമം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 19ാമത്തെ അടവ് പൂഴിക്കടകൻ. അതാണ് മൃണാൾ വത്സന്ന്. എൻ്റെ പൊന്നും മൃണാളെ, താങ്കളാ വായൊന്നടച്ച് 2 സ്റ്റാപ്ലർ അടിച്ചിട്ട് ആ ഫുഡ് മര്യാദ കൊടുക്കുകയും അതിന് റീസണബിളായിട്ടുള്ള ഒരു പ്രൈസ് വെക്കുകയും ചെയ്താൽ ഈ പരിപാടി കുഴപ്പമില്ലാതെ പോകും. അല്ലാതെ തള്ളി മോളിൽ കയറ്റി വെച്ച് ആ പ്രതീക്ഷയായിട്ട് ചെല്ലുന്നവൻ ആ ഫുഡ് കഴിക്കുമ്പോൾ അത് താഴും, അങ്ങനെ തകർന്ന് തരിപ്പണമാകും എന്ന് എൻ്റെ പ്രിയപ്പെട്ട മൃണാൾ ദാസ് വെങ്ങലാട്ട് ഇനിയെങ്കിലും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ മനസ്സിലാക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം പുള്ളിക്കാരൻ്റെ വിചാരം മറ്റുള്ളവരെ എങ്ങനെ നാക്കുകൊണ്ട് തള്ളി പറ്റിച്ച് എങ്ങനെ എന്ത് ചെയ്യുക, പണമുണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത വീഡിയോയിലാണ് പുള്ളി പറയുന്നത് ഓണത്തിൻ്റെ സദ്യക്ക് ഭയങ്കര ബുക്കിംഗാണ് പുള്ളിക്ക്. അതുകൊണ്ട് ഇത്തവണ വീട്ടിലേക്കൊന്നും പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്നാണ് പറയുന്നത്.
പിന്നെ പുള്ളി വേറൊരു വീഡിയോയിൽ അടുത്തൊരു ഡയലോഗ് കൂടി വിടുന്നുണ്ട്. ഈ വീഡിയോയിൽ തന്നെ ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻറ്റിനെ വെച്ചുകൂടെ എന്നാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പുള്ളി ചോദിച്ചാലും നല്ല ബുദ്ധിയുള്ളവനാണ്. അവൻ ചോദിക്കുന്നത് വേറെ ആരെങ്കിലും വിവരമുള്ള ഒരാളെ വെച്ചുകൂടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പുള്ളി പറയുന്നത് ശരിയാണ്, അതിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഞാൻ ലോകം മുഴുവൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻ്റായിട്ട്. ഞാനിങ്ങനെ വലിയ ലോകത്തിലെ എല്ലാ F&B ആളുകളും എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുള്ളിയുടെ തിരിച്ചുള്ള ചോദ്യമുണ്ട്, നിങ്ങൾ റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻ്റ് എന്ന് കേട്ടത് എവിടെ നിന്നാണ്? പുള്ളി വന്നതിന് ശേഷമാണ്. അപ്പോൾ അങ്ങനെ അധികം പേരില്ല, മിടുക്കന്മാരായിട്ടുള്ള ആളുകളില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ പുള്ളി ഇവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻ്റ് ആവശ്യമുണ്ട്. പക്ഷേ അത്രയും മിടുക്കനായിട്ടുള്ള ഒരാളെ കിട്ടാനില്ല എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യണം. ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻറ്റിനെ കിട്ടിയാൽ അവനെ പിടിച്ചു കെട്ടി ഉടനെ തന്നെ നമുക്ക് മൃണാളിൻ്റെ അടുത്ത് ഏൽപ്പിക്കണമെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരോടും അവരുടെ കസ്റ്റമേഴ്സിനോടും ഞാൻ ആവശ്യപ്പെടുന്നു. ഗംഭീരം.